പ്രേക്ഷകർക്കും ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 നമുക്ക് സ്വാഗതം ചെയ്യാം ദ വെർസറ്റൈൽ ആക്ടർ സുധീഷ്. ഒപ്പം നമ്മുടെ കപ്പിത്താൻ ശ്രീ രമേശ് പിഷാരടി, നമ്മുടെ സ്വന്തം അല്ലു അങ്കിൾ. എല്ലാവർക്കും നമസ്കാരം. അല്ലു അങ്കിൾ എത്തി. ഞാൻ നല്ലൊരു കാര്യം ചെയ്യുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പോവാണോ? ഞാൻ പോണ കാര്യമൊക്കെ വിട് വിഷാടി. ഞാൻ നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. അതെന്താ? മഴക്കാലമാണല്ലോ, രോഗങ്ങളൊക്കെ നമ്മൾ വിളിക്കാതെ തന്നെ വന്നോണ്ടിരിക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം ഫൺസ് അപ്പോൺ ടൈം എപ്പോഴും ആരോഗ്യവാനായിരിക്കണം. ഇവിടുത്തെ ആളുകളെല്ലാം ആരോഗ്യം, അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാനൊരു ചെറിയൊരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കാണിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തുമാത്രം പൈസ മുടക്കുന്നുണ്ട്? ഇതെല്ലാം ചെയ്യാനായിട്ട് ഈ പരിപാടിയിലുള്ള ആൾക്കാരെ കൊണ്ട് പറ്റുമോ? നമുക്ക് അത്രയും പൈസ മുടക്കാനായിട്ട് പറ്റുമോ? അത് മുഴുവൻ ചെയ്യാനായിട്ട് പറ്റുമോ? അതിന് പിഷാരടി അല്ല പൈസ മുടക്കണത്, പൈസയൊക്കെ ഞാൻ മുടക്കും. നിങ്ങളൊന്ന് സമ്മതം തന്നാൽ മാത്രം മതി. ഒരു കുഴപ്പമില്ല, വളരെ നല്ല കാര്യമാണ്. സൗജന്യമായിട്ട് നമ്മുടെ ആളുകൾക്കെല്ലാം ആരോഗ്യത്തിക്ക് എല്ലാവർക്കും പരിശോധിക്കാം കേട്ടോ, എല്ലാവർക്കും പരിശോധിക്കാം. ഡേനയുടെ കണ്ണിന് ചെറിയൊരു വിളർച്ചയുണ്ട്, പിന്നെ മൊത്തം ഒരു തളർച്ചയുണ്ട്. പിഷാരടി ഒരു തകർച്ച കാണുന്നു. പറയുമ്പോ ഒരു പതർച്ചയുണ്ട്. ഉണ്ട്. നിങ്ങൾക്ക് ഓൾ ബോഡി സ്കാൻ ചെയ്യണം. നിങ്ങളെ മൊത്തം സൗജന്യമായിട്ട് ഞങ്ങൾ ചികിത്സിക്കും. ഓക്കെ അല്ലേ? വിളിച്ചോട്ടെ. അല്ല, വിളിക്കല്ലേ. നമുക്ക് ഇപ്പൊ കുറച്ച് പരിപാടികളുണ്ട്, അതിന്റെ കഴിഞ്ഞിട്ട് അതിന്റെ സെറ്റപ്പ് നമുക്ക് ചെയ്യാം. നല്ല കാര്യമാണ് കേട്ടോ, ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട്. ആണ് അപ്പൊ സമ്മതിച്ചേ. അപ്പൊ സൗജന്യ ചികിത്സിക്കാൻ ഓക്കെ. ഈ അല്ലു അങ്കിള് ഡയാനയുടെ അങ്കിളായിട്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ്. നല്ല കാര്യമാണ്. അതെ, ആദ്യത്തെ ആള് വിളിച്ചോ. വിളിക്കാം. ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ഒരു കിടിലം സ്റ്റാൻഡപ്പ് പെർഫോമൻസുമായിട്ട് എത്തുന്നു നാഫി ഫ്രം വടകര. നാഫി, വെൽക്കം. ഫസ്റ്റ് ടൈം അല്ലേ? സ്റ്റാൻഡപ്പ് കോമഡി മുമ്പ് ചെയ്തിട്ടുണ്ടോ? കുറച്ച് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. എവിടെ ചെയ്തത് സ്റ്റാൻഡപ്പ് കോമഡി? ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓപ്പൺ മൈക്കും ടിക്കറ്റഡ് ഷോ ഒക്കെ കുറച്ച് ചെയ്യാറുണ്ട്. വെരി ഗുഡ്. അടിപൊളിരേ. അധികം എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ഇതൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാം മഹാത്ഭുതമായിരുന്നു. ഞങ്ങൾ ഡയാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യും. എക്സ്പെക്ടേഷൻ വിൽ കിൽ യു. Why should I? Oh, thanks. Please, in case of fire, please don't use elevators. Like that. Why? ഞാനൊന്നും പറഞ്ഞില്ല. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഞാൻ ബടയർക്കാരനാണ്. ആയിക്കോട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരി നാഫി, അപ്പോൾ തകർക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിങ്ങളൊക്കെ കോമഡി കെട്ടി ചിരിക്കാനിരിക്കുന്നതാണോ? പക്ഷെ ഇരുത്തം കണ്ട പ്രസവവാർഡിൽ ഭാര്യയിലാക്കി പുറത്തിരിക്കുന്ന ഭർത്താക്കന്മാരെ പോലെ ഉണ്ടല്ലോ. എന്തായാലും മാന്യ സദസ്സിന് വന്ദനം. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു വെളുത്തു തുടുത്ത ചേച്ചി വന്ന് ഇവിടുന്ന് പതുക്കെ ഹലോ എന്ന് പറഞ്ഞാൽ അപ്പോഴൊക്കെ അവിടുന്ന് പിശാരിച്ചാട്ടൻ ചാടി വന്ന് ഹായ് എന്ന് പറഞ്ഞതാ. ഞാൻ ഇത്രയും ഉറക്കെ മാന്യ സദസ്സിന് വന്ദനം എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചൊരു വന്ദനം തരില്ലേ നിങ്ങൾ? തരൂ. സഭയ്ക്ക് വന്ദനം. എൻ്റെ വായിന്ന് നല്ല കിടിലൻ കോമഡികൾ കേട്ട് ചിരിക്കാം, കൈയടിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അവസാനം വരെ ചിലപ്പോൾ അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാവരും ചിരിച്ചോണ്ടൊരു കൈയടി വരുമോ? ഇവിടെ സാധാരണ സ്റ്റാൻഡപ്പ് കോമഡിയൻസ് വന്നാലും മൈക്കെടുത്ത ഉടനെ ഹായ് ഹലോ അങ്ങനെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറഞ്ഞത് തുടങ്ങാറ്. അതിൻ്റെ ഇടയ്ക്ക് ഇവനേതാ മലയാളത്തിൽ മാന്യ സദസ്സിന് വന്ദനം എന്നൊക്കെ പറഞ്ഞിട്ട് തുഞ്ച ചെയ്തച്ഛൻ്റെ കൊച്ചെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഒന്നുമില്ല, ഞാനിവിടെ വന്നപ്പോൾ ഡാന ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഒരു വെറൈറ്റിക്ക് ഞാൻ മലയാളവും ഇംഗ്ലീഷും മിക്സാക്കി സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് ചെയ്തോ, പക്ഷേ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. എൻ്റെ സെറ്റ് കാണിച്ചെടുത്തപ്പോൾ ഡാന ചേച്ചി പറയാൻ ഇനി പച്ചവെള്ളം ചോദിക്കാനും പോലും ഇംഗ്ലീഷിൽ നീ വാതുറക്കരുത്. ഞാൻ ചോദിച്ചു അതെന്താ ചേച്ചി, ഈ ഇംഗ്ലീഷ് വെച്ചാണ് നീ പച്ചവെള്ളത്തിൽ ചോദിക്കുന്നതെങ്കിൽ നീ ചോദിക്കും ക്യാൻ ഐ ഗെറ്റ് സം ഗ്രീൻ കളർ വാട്ടർ. കേൾക്കുന്നവരെ വല്ല വണ്ടിയുടെ കൂളൻ്റോ ഡീസലോ എടുത്ത് നിന്റെ അണ്ണാക്കിൽ ഒഴിച്ചു തരും. പിന്നെ ഞങ്ങൾക്ക് എപ്പിസോഡ് തേക്കാൻ വേറെ ആരെങ്കിലും തപ്പിപ്പോകണമെന്ന് പറയും. ഈ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തൊരു പറഞ്ഞാൽ മാത്രമല്ല, അറിയാൻ പാടില്ലാത്തൊരു കേട്ടാലും വലിയ പ്രശ്നമാണ്. ഞാനും എൻ്റെ ഒരു ചങ്കത്തി, ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. വെറും ചങ്കത്തിയല്ല, ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത ചങ്കത്തി. ഇവളും ഞാനും ഒരേ ടീഷർട്ടൊക്കെ ഇടുന്നതാണ്. അപ്പോൾ യൂണിസെക്സ് ടീഷർട്ട് എടുക്കണമല്ലോ. ഞാനിവളും കൂടെ നാട്ടിലൊരു ഷോപ്പിംഗ് മോളിൽ പോയി അവിടുത്തെ സെയിൽസ് ഗേളിനോട് ഞാൻ ചോദിച്ചു ക്യാൻ ഐ ഗെറ്റ് എ യൂണിസെക്സ് ടീഷർട്ട്. യൂണിസെക്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? യൂണിസെക്സിന് നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇവള് 4ാം ക്ലാസ്സിൽ 4 വർഷം ഇരുന്നിട്ടാണ് സ്വന്തം പേര് ഇംഗ്ലീഷിൽ എഴുതാൻ പഠിച്ചത്. ഇവക്ക് യൂണിസെക്സ് വലിയൊരു പ്രശ്നമായിരുന്നു. ഇവക്ക് അറിയുന്ന പോലെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി. യു നീ, മീ ഞാൻ, സെക്സ് നീയും ഞാനും സെക്സ്. പടച്ച തമ്പുരാനെ, 21 വർഷം എൻ്റെ കൂടെ നാട്ടിൽ നടന്നപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ചെക്കനാ. ഇപ്പോൾ ഇവിടെ കൊച്ചിയിലൊക്കെ വന്ന് ഷോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ചീത്തയായെന്ന് പറ അവിടുന്ന് ഭയങ്കര ഷോ ഓഫ്. അത് കഴിഞ്ഞ് താഴെത്തിയപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണമല്ലോ. ഞാൻ കണ്ടത് QR സ്കാനർ. ഞാൻ ഫോൺ ഓണാക്കി QR സ്കാനറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി. അവള് കണ്ടത് അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ആലിയ ഭട്ടിനെ. ഞാൻ ആലിയ ഭട്ടിൻ്റെ ഫോട്ടോ എടുക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അവിടുന്ന് പടച്ച തമ്പുരാനെ പാർട്ട് 2. അവിടെ നമുക്ക് ഇംഗ്ലീഷ് വേണ്ട,
മലയാളത്തിൽ തന്നെ തുടങ്ങാം. എൻ്റെ പേര് നാഫി എന്നാണ്. ഞാൻ ഭയങ്കര ധൈര്യശാലിയാണ് കേട്ടോ. പക്ഷേ വീട്ടുകാരിരിക്കുമ്പോൾ ഫ്രണ്ട്സ് അയച്ച ഓടി ഹെഡ്സെറ്റ് ഇല്ലാതെ കേൾക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ഞാൻ കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആർക്കും ഇഷ്ടമല്ലെങ്കിൽ സുധീഷേട്ടൻ ഇഷ്ടമാണെന്ന് പറയുന്നത് എനിക്കറിയാം. ഇഷ്ടമാണോ? ആ ചുവന്ന് തട്ടിട്ടിരിക്കുന്ന കുട്ടിക്ക് ഇഷ്ടമാണോ? എൻ്റെ നാട്ടിലെ എൻ്റെ അടുത്ത ചില ഫ്രണ്ട്സൊക്കെ എന്നെ കോഴിക്കോട് നിന്നാണ് വിളിക്കാറ്. വീട്ടുകാരുടെ പേര് നാഫി എന്നാണ്. പക്ഷേ എന്തെങ്കിലും ഒരു ഗുമ്മുണ്ട്, എന്തെങ്കിലും ഒരു വാല് വേണ്ടെന്ന് വെച്ച് ഞാൻ നാഫി 1950 എന്നാക്കി, 1950. അങ്ങനെ ആക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ പേരിന്റെ പിന്നിലൊരു വാലുണ്ടാവും. മോഹൻലാൽ, രമേശ് പിഷാരടി, മമ്മൂട്ടിക്കില്ല. സുധീഷിനൊന്നുമില്ലല്ലോ. ഞാൻ പറയട്ടെ, അതെ സുധീഷ്. ചെറിയ വാലുണ്ട്. മമ്മൂട്ടിക്കില്ലല്ലേ? മമ്മൂട്ടി ചിലപ്പോൾ ഫേമസ് ആയിട്ട് ഉണ്ടാവില്ല, ചെറിയ പ്രായമല്ലേ, ഇനിയെങ്കിലും ഫേമസ് ആയിട്ട് എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതല്ല, മമ്മൂക്കയുടെ ഒറിജിനൽ പേരെന്താ വിചാരിച്ചിട്ടെന്ന് പറയോ? പാണപ്പറമ്പിൽ മുഹമ്മദ് കുട്ടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വാലിട്ടത്. പക്ഷേ 1950 വിചാരിച്ചത്ര ക്ലിക്കായില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തു, നീ നാഫി കെ സ്വിഫ്റ്റ് എന്നിട്ടോ. അതാകുമ്പോൾ ഇപ്പോൾ TV കാരുടെയും പത്രക്കാരുടെ ഒക്കെ വക ഫ്രീ പ്രൊമോഷൻ ഉണ്ടല്ലോ. ഈ സ്വിഫ്റ്റ് ഡ്രൈവറുടെ അമ്മാവൻ്റെ മകളുടെ കഞ്ഞി പാറ്റ വീണു, ആ പാറ്റ എടുത്ത് സാമ്പാർ വെച്ചു. ഇതുപോലത്തെ ഹൈ ലെവൽ പ്രൊമോഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും ബേസിക് ലെവൽ കിട്ടിയാൽ തന്നെ ഞാൻ കയറിപ്പോയെന്ന് തോന്നുന്നുണ്ട് ഞാൻ ആ പേര് സ്വീകരിച്ചു. പക്ഷേ അതും വേണ്ട പോലെ ക്ലിക്കായില്ല. എനിക്ക് 21 വയസ്സാണ്, കല്യാണം കഴിച്ചിട്ടില്ല. 21 വയസ്സുള്ള ഞാൻ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല. എന്ത് പ്രത്യേകം പറയണം, കാരണം ഇത് അവരുടെ കാലാണല്ലോ. കൊട്ടുംകുരവയും ആളുകളില്ലേലും മാളോരെ കെട്ടിയിടാനൊരു താലിച്ചരടുണ്ടേ. ഞാനിതൊരു താലിച്ചരട് പണിയിപ്പിച്ചില്ല. സ്റ്റിൽ സിംഗിൾ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പോകുന്നതിൻ്റെ മുമ്പ് ബന്ധപ്പെടുക. അയ്യോ, ബന്ധപ്പെടാനല്ല, കോൺടാക്ട് ചെയ്യാം. മലയാളത്തിൻ്റെ സീനെ. എനിക്ക് ചെറുപ്പം മുതലേ ഒരു ഫിലിം മേക്കർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ പ്രാർത്ഥനയിൽ 50% മാത്രം ആത്മാർത്ഥത തോന്നിയ പടച്ചോൻ എന്നെ ഒരു ജ്യൂസ് മേക്കറാക്കി. പക്ഷെ എൻ്റെ ഉപ്പ അതുപോലെ കേട്ടോ. ഉപ്പ ആഗ്രഹിച്ച ജോലി നേടിയെടുത്തവർ എൻ്റെ റോൾ മോഡലാണ്. ഉപ്പാക്ക് ചെറുപ്പത്തിലെ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ വരുമ്പോൾ ഇപ്പോൾ വലയും തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്നത് KSRTC നമ്മുടെ കേരള സർക്കാരിൻ്റെ സംരംഭമായ KSRTC. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇത്ര പൊല്ലായ വണ്ടിയും പീ പീ എന്ന് പറഞ്ഞ ഹോണും. ഞാൻ KSRTCയെ കുറിച്ച് കുറ്റം പറയാനല്ല വന്നത്. എന്താണെന്നറിയില്ല, ഒരു 5 മിനിറ്റ് പെർഫോമൻസ് ഒക്കെ വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു 10-12 പ്രാവശ്യമൊക്കെ തെറ്റിക്കും. പക്ഷെ ഒരു സ്ക്രിപ്റ്റ് പോലും ഇല്ലാതെ 25 മിനിറ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആരെ കൊണ്ട് കുറ്റം പറയാൻ എനിക്ക് പറ്റും. ഞാൻ 2 പേരെ കേരളത്തിൽ അതുപോലെ കണ്ടിട്ടുള്ളൂ. ഒന്ന് ഞാനും, ഒന്ന് രമേശ് പിഷാരടി. നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്നത് എന്തിനാ? ഇവിടെ ഇന്റർലോക്ക് അടുക്കി വെച്ച പോലെ കുപ്പായുള്ള ആളെന്ന് പ്രത്യേകം പറയുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ഫ്രണ്ട് സൂരജിന്റെ ചില പ്രണയങ്ങളെ കുറിച്ചാണ്. സാധാരണ എല്ലാവർക്കും പെൺപിള്ളേരോടാണ് ആൺകുട്ടിക്ക് പ്രണയം തോന്നാറ്. ഇവന് 3 പ്രണയങ്ങളാണ്. 1 പെൺപിള്ളേരോട്, 2 ഭക്ഷണത്തോട്, 3 ഭക്ഷണത്തോട് ഡബിൾ സ്ട്രോങ്ങാ. അതുകൊണ്ടാണ് 2 പ്രാവശ്യം പറഞ്ഞത്. ഇവൻ ഞങ്ങൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ച് ഇറങ്ങിയാലും ഇവന് മതിയാവില്ല. എത്ര കൊടുത്താൽ ഞങ്ങളുടെ കയ്യിലുള്ള കാശിന് കഴിച്ചിട്ട് പുറത്തിറങ്ങിയാലും ഇവൻ ആരെങ്കിലും കഴിച്ച പ്ലേറ്റിൽ ബാക്കിയുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് പോയിട്ട് അതിൽ നിന്നൊക്കെ കൈയിട്ട് വാരി തിന്നും. ഞാൻ ചോദിക്കും, എന്താടാ മോശമല്ലേ ഇത്, ആരെങ്കിലും കഴിച്ച ഫുഡ് പ്ലേറ്റിൽ നിന്നൊക്കെ തിന്നാവോ? അപ്പോൾ ഞാൻ എൻ്റെ ഏട്ടൻ കഴിച്ച ഫുഡ് പ്ലേറ്റിൽ നിന്നാടാ ബാക്കി കഴിച്ച, എനിക്കെന്താ പ്രശ്നമൊന്നും? ഏത് വകയിലാടാ ഇവൻ്റെ ഏട്ടൻ? ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഡാ എന്ന് പറയും. എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഫുഡ് അടിക്കാൻ നിൽക്കുന്ന ആളാണ് ഇവൻ. പിന്നെ പെൺപിള്ളേരോട് തോന്നിയ പ്രണയം ഞാൻ പറഞ്ഞല്ലോ, അതും ഇതുപോലെ തന്നെ ഒരു ഫെയിലിയർ ദുരന്തമായിരുന്നു. ഇങ്ങനെ ആരെയും പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യമില്ല. അപ്പോൾ ഒരു ദിവസം അവൻ്റെ ഫോണിലേക്ക് ഒരു ലൈക്ക് വന്നു. കുറേ ലൈക്ക് ഇങ്ങനെ തുരുതുരുതരാന്ന് വന്നു. അവൻ്റെ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോനൊക്കെ ലൈക്ക് ഇട്ട് ആരാണാവോ. അപ്പോൾ ലൈക്ക് വന്നപ്പോൾ നോക്കിയപ്പോൾ ബാല 123 എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടാണ്. ഇവന് ആദ്യമായിട്ടൊരു പെൺകുട്ടി ഇങ്ങോട്ട് ലൈക്കൊക്കെ ഇടുന്നതാണ്. സന്തോഷമായി. ഇവന് അതുപോലെ തന്നെ അങ്ങോട്ടേക്കും മെസ്സേജ് അയച്ചു. അവർ തമ്മിൽ നല്ല കെമിസ്ട്രി ആയി. പക്ഷേ സെറ്റായില്ല. പക്ഷെ കുറെ കാലത്തിന് ശേഷം സ്വന്തമാക്കി. സൂരജ് ബാലയല്ല, ബാല സൂരജിന്റെ ATM കാർഡും പാസ്വേഡ് സ്വന്തമാക്കി. ഇവന് പിന്നീട് മനസ്സിലായി ഈ രീതിയിലൊന്നും പോയാൽ ശരിയാവില്ല, എന്തെങ്കിലും സൈക്കോളജിക്കൽ മൂവ്മെന്റ് എടുക്കണമെന്ന്. ഇവൻ വേറൊരു പെൺകുട്ടിയെ കണ്ടെത്തി. പെൺകുട്ടിയാണെന്ന് നല്ല അടുക്കുമെന്ന് ഉറപ്പുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഉറപ്പുള്ള ഒരുത്തിനെ കണ്ടെത്തി. അവളോട് സൈക്കോളജിക്കലായിട്ട് ചോദിച്ചു, ഈ കർമ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞ അറിയാലോ. എന്താ കർമ്മ? നമ്മൾ ചെയ്യുന്ന പോലെ നമ്മളോട് തിരിച്ചും ചെയ്യും, അതാ കർമ്മ എന്ന് പറയും. അതായത് ഞാൻ നിന്നെ പ്രേമിച്ചാൽ നീ എന്നെ തിരിച്ച് പ്രേമിക്കും. അല്ലല്ല, ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്താൽ നീ എന്നെ തിരിച്ച് ബ്ലോക്ക് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂരജിന്റെ ജീവിതം ഇതുപോലത്തെ തേപ്പുകൾ ഏറ്റുവാങ്ങാൻ ഇനിയും ബാക്കി. ഇതുപോലത്തെ ചളികൾ പറഞ്ഞ് നിങ്ങളെ കരയിപ്പിക്കാൻ എൻ്റെ ജീവിതവും ബാക്കി. താങ്ക് യു. ദാറ്റ്സ് മൈ ടൈം. സത്യം പറഞ്ഞ ഇംഗ്ലീഷ് പറയണ്ടെന്ന് പറഞ്ഞോ? സ്ക്രിപ്റ്റിന്റെ ഭാഗമായത് കൊണ്ട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു. അത് ഈ റാഫി അവതരിപ്പിച്ച കഥയിലെ കഥാപാത്രങ്ങൾ സാങ്കല്പികമാണ്. ഞാൻ ആദ്യമേ സ്വാധീനിക്കേണ്ടതായിരുന്നു. നാരിച്ചപ്പോ സമാധാനായില്ലേ? അല്ല, സാങ്കല്പികമായിരുന്നു എന്ന് പറയുന്നതിൽ നമ്മളെല്ലാം പെടും. അതുപോലെ തന്നെ ഒരു മൃഗത്തെയും ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിന്റെ ചിത്രീകരണത്തിൽ ഒരു മൃഗങ്ങൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. പറഞ്ഞെന്നേ ഉള്ളൂ. ഭയങ്കര രസമായിരുന്നു. നല്ല ഹ്യൂമർ ആയിരുന്നു. താങ്ക് യു സുധീഷ്. ഒരു പ്രസന്റേഷൻ തന്നെ ഭയങ്കര കൂളായിരുന്നു. ഭയങ്കര രസമായിരുന്നു.
സൂപ്പർ നാഫി, ഗംഭീരം. ശരി, അപ്പൊ നാഫി ഓൾ ദി ബെസ്റ്റ്, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അടുത്ത സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അനീഷ് കാട്ടുകട. അനീഷ് ചേട്ടാ, സുഖമായിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? വിശേഷങ്ങൾ നല്ല രീതിയിൽ പോകുന്നു. ആ, സുഖം, അത് തന്നെ വിശേഷം അല്ലേ? അതെ, നമുക്ക് വേറെ പ്രത്യേകിച്ച് സുഖമായിരിക്കുന്നതിന് പിന്നെ എന്ത് വേണം അല്ലേ? അതാണ് ഏറ്റവും നല്ല വിശേഷം. അനീഷ് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടുണ്ട്, പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ഫാമിലി ഷോ ആണ്. ഞാൻ വന്ന്, മോൻ വന്ന് അതെ അതെ അതെ, ഫാമിലി എന്റർടൈൻമെന്റ് ആക്കിക്കൊണ്ടിരിക്കും. അത് ശരിയാ. ഒരു മിടുക്കൻ മോൻ ഉണ്ടാവും, നന്നായിട്ട് സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന ആളാണെന്ന് ബെസ്റ്റ് പെർഫോമർ അല്ലേ ഒക്കെ കിട്ടിയായിരുന്നു. അപ്പൊ എന്തായാലും അടിപൊളി നടക്കട്ടെ. ഓക്കെ, പനീഷയുടെ തകർക്കുമല്ലേ? ഓക്കെ. പ്രണയം, പ്രളയം, പ്രഹരം, പ്രേതം, പ്രമേഹം, ഇതൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞു എന്തിനാന്ന് വെച്ചാൽ പ്രാവച്ച് കുറച്ച് സാധനം കിട്ടി പ്രാസത്തിലൊന്ന് തുടങ്ങി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പീലുടർത്തി ആടുന്ന തെങ്ങോലകളും വയലുകളും കളകളം ഒഴുകുന്ന അരുവികളും പരൽമീനുകളും നിക്കറിട്ട് പട്ടം പറന്നുന്ന കുട്ടികളും 80-85 കാലഘട്ടത്തിലെ കല്യാണ വീഡിയോകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ശരാശരി ഗ്രാമവാസിയാണ് ഞാനും നിങ്ങളും. എന്തുകൊണ്ടോ എൻ്റെ അച്ഛനും അമ്മക്കും ആ ഒരു കല്യാണ സീസൺ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്ക് ഇവരുടെ കല്യാണ ആൽബം എടുത്ത് വെച്ച് നോക്കാറുണ്ട്, എന്നെയും വിളിച്ച് കാണിക്കാറുണ്ട്. ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, ഒരു തെങ്ങ്, 2 പേര് അപ്പുറം ഇപ്പുറം ചാരി നിൽക്കും ഫോട്ടോ, അത്രയേ ഉള്ളൂ. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ കല്യാണം നടക്കുന്ന, കല്യാണം പോട്ടെ, സേവ് ദ ഡേറ്റിൻ്റെ ഒരു ഫോട്ടോ 10 വർഷം കഴിഞ്ഞ് മക്കളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫാഷൻ ഷോയ്ക്ക് അയച്ച ഓഡീഷൻ്റെ ഫോട്ടോയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ തെങ്ങിൻ്റെ ബാക്കിലേക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെയുണ്ട് പണ്ടത്തെ സമയങ്ങളിൽ. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, ഇത്രയും സ്ഥലം വെറുതെ കിടക്കുന്നു, എന്തെങ്കിലുമൊക്കെ നട്ടു വെച്ചിരുന്നെങ്കിൽ തിന്നുകൊണ്ടിരിക്കാൻ പാടില്ലായിരുന്നു എന്ന്. ഇത് പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി ബാഗുമായിട്ട് പുറത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രോഗ്രാം ഉണ്ട്. അച്ഛൻ ചോദിച്ചു, നിന്നെ ഞാൻ അനുഗ്രഹിക്കണോ? ഞാൻ പറഞ്ഞ്, അനുഗ്രഹം മാത്രം പോരെ, ഒരു 100 രൂപ വണ്ടിക്കാശ് കൂടി കിട്ടിയിരുന്നെങ്കിൽ പോകാമായിരുന്നു. വളരെ ദയനീയമായിട്ട് എന്നെ നോക്കി 100 രൂപ എടുത്തു തന്നു. ഉമ്മറത്ത് ചാരി വെച്ചിരുന്ന ഒരു തൂമ്പായി എടുത്തുകൊണ്ട് നേരത്തെ ഞാൻ കാണിച്ച പറമ്പിലേക്ക് പോയിട്ട് എന്നെ വീണ്ടും ദയനീയമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, നേരാണ്, ഇവിടെ നേരത്തെ എന്തെങ്കിലും വെക്കേണ്ടിയിരുന്നു. പക്ഷെ വാഴ എന്നുള്ളൊരു പദപ്രയോഗം അദ്ദേഹം നടത്തിയില്ല. കാര്യം ആ കൗണ്ടർ വളിച്ചു തുടങ്ങിയെന്ന് അച്ഛന് വരെ മനസ്സിലായിരിക്കുന്നത്. ഞങ്ങൾക്കൊരു ചെറിയ കടയുണ്ട്. അപ്പം ഞാൻ പ്രോഗ്രാമിന് വന്നതിന് ശേഷം അവിടെ കടം പറയരുത് എന്നുള്ള ബോർഡ് മാറ്റിയിട്ട് അച്ഛൻ കൗണ്ടർ പറയരുത് എന്ന് വെച്ചു. കാരണം ഫുഡ് ഇൻസ്പെക്ടർമാരുടെ ചെക്കിങ്ങിൽ എൻ്റെ കൗണ്ടർ പഴകിയാൽ 10,000 രൂപ വരെ പിഴയടക്കേണ്ട സാധ്യതയുണ്ട് എന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കണം. ഇത്രയും നേരം ഞാൻ സംസാരിച്ചതിൽ എല്ലാത്തിനും പേരുണ്ട്. എനിക്ക് പേരുണ്ട്, അച്ഛന് പേരുണ്ട്, അമ്മക്ക് പേരുണ്ട്, ക്യാമറയ്ക്ക് പേരുണ്ട്, വയലിന് പേരുണ്ട്, പയറിന് പേരുണ്ട്, പപ്പടത്തിന് പേരുണ്ട്. പേരില്ലാത്തതൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്ത് പേര് വെച്ച് ഒരു സബ്ജക്റ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞാനൊരു തുണ്ടുമായി മാറിയിരുന്നു. ചിരിക്കരുത്, തുണ്ട് കടലാസും പേനയും. ഇത് കണ്ടിട്ട് മകൻ വന്നിട്ട് പറഞ്ഞ്, പേര് വെച്ച് പറയുന്നതൊക്കെ കൊള്ളാം, ഞാൻ അവിടെ പോയി ഒരു പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് എന്നുള്ള. അപ്പം ഇവന് പേരിട്ടത് ഞാനാണ്. ഇവൻ പേരിടുന്നതിന് രസമുണ്ട്. ഒരു പഗ്ഗിൻ്റെ കുഞ്ഞിനെ മേടിച്ചു കൊടുത്തപ്പോൾ അതിന് പേരിട്ടിരിക്കുന്നു മണിക്കുട്ടി. ഹോസ്പിറ്റലിൽ കാണിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇത് പശുവാണോ പട്ടിയാണെന്ന്. അപ്പോൾ ഈ പേരിനകത്തൊരു സാഹചര്യമുണ്ട്. പേര് വെച്ചാണ് ചിലതിനെ തിരിച്ചറിയുന്നത്, പക്ഷെ ചിലത് തിരിച്ചറിയാനും പറ്റില്ല ചേട്ടാ. കാര്യം ബ്രിട്ടനിലെ രാജകുമാരിയുടെ പേര് ഡയാന, ഇവിടെ ആങ്കർ ചെയ്യുന്ന പേരെന്തുവാണ്? ഡയാന. അപ്പൊ ചിലത് നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. പക്ഷെ എങ്കിലും ഈ രാജകുമാരിയേക്കാൾ ഫാൻസ് നമ്മുടെ ഡയാനക്ക് തന്നെയാണ്. കാര്യം നമ്മൾ ഭയങ്കര ലാഘവത്തോടെ നമ്മുടെ പ്രോഗ്രാം ഒന്ന് കണ്ട് അതിന്റെ കമന്റ് അറിയാമെന്നും പറഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഡയാനക്ക് ഹായി. ഡയാന ചേച്ചി ഇട്ടിരുന്ന ചുവന്ന ഫ്രോക്കിന്റെ 6ാമത്തെ ലെയറിലെ 3ാമത്തെ മുത്തിന്റെ പെയിന്റ് പോയിരിക്കുന്നു. ഡയാന ചേച്ചി കാലിലിട്ടിരിക്കുന്ന ചെറിയ വിരലാണ് ഞാൻ നൈൽ പോളിഷില് മുട്ടുസൂചി കൊണ്ടൊരു കുത്തു വീണിരിക്കുന്നു. ഇത് കണ്ടുപിടിച്ച് കമന്റ് ഇട്ടവൻ ലാബിലാണോ ജോലി ചെയ്യുന്നത് നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചു പോകേണ്ടിയിരിക്കുന്നു. 25-30 ഫേക്ക് ഐഡികൾ സ്വന്തമായിട്ടുള്ള ആളാണ് ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷെ രാജകുമാരിക്ക് ഫേക്ക് ഐഡി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവർ ഹിറ്റായില്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവം വന്ന് അപ്പൊ ഈ പേരിന്റെ സാഹചര്യങ്ങൾ ഓർക്കുമ്പോഴത്തേക്ക് പേരിനകത്തൊരു കാര്യമുണ്ട് ചേട്ടാ. ഈ പേരിടുന്നതിന് സമയമുണ്ട്. ഈ ചില ആചാരപ്രകാരം 10 മണി കഴിഞ്ഞ് 10:30 പേരിടണം. ഈ 10 മണി കഴിഞ്ഞ് 10:02 പേരിടണം. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോന് 10 മണി കഴിഞ്ഞ് 10:02 പേരിടണം. 10:01 ചടങ്ങൊക്കെ ഗംഭീരമായി ഒരു വെറ്റിലേക്ക് എടുത്ത് ഇങ്ങനെ പൊത്തിയൊക്കെ പിടിച്ച് ഇവൻ പേരിടാൻ കാതിന്റെ വക്കത്ത് ചെന്നപ്പോഴത്തേക്കും പുറകെ അച്ഛൻ ചോദിച്ചു, ഉച്ചക്ക് ഫുഡിന് നമുക്ക് നോണാണോ വെജിറ്റേറിയൻ ആണെന്ന്. ഈ കറക്റ്റ് ടൈമിന് ഇവൻ കാതി പറഞ്ഞു വെജിറ്റേറിയൻ. ഇന്ന് ആ കൊച്ചിനെ സ്കൂളിൽ ചേരുമ്പം വെജിറ്റേറിയൻ എന്ന് പറഞ്ഞോ പച്ചക്കറി എന്ന് പറയണമെന്നുള്ള ചിന്തയിലാണ് അവൻ. മുഹൂർത്തത്തിന് ഇട്ടുപോയില്ലേ, മാറ്റാൻ പറ്റുമോ? അപ്പൊ ഈ പേര് വന്ന് ചേരുന്നത് പല വഴിയാണ്. കാര്യം നമ്മുടെയൊക്കെ ഈ നേരത്തെ ഉണ്ടായിരുന്ന പേരുകളൊക്കെ ചുരുക്കിയാണ്. ഇപ്പൊ വസുദേവൻ വസു ആവുന്നു, കൃഷ്ണൻകുട്ടി കൃഷ്ണ ആവുന്നു, രാധാമണി രാധയാകുന്നു. ഇങ്ങനെയുള്ള പേരുകളൊക്കെ പറയുമ്പോൾ ഈ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പേരിന്റെ ഉടമയാണ് ഞാൻ. കാര്യം ഒരു 10 വർഷമായിട്ട് ഈ അനീഷ് എന്ന് ഒരു മുതലിനും പേരിട്ട് കേൾക്കുന്നോ ഇല്ല. ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ പേര് ഗൂഗിളിൽ പോലും കാണുമെന്ന് എനിക്കറിയത്തില്ല. കാരണം
ഞങ്ങളൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് 10 അനീഷ് വരെ ഉണ്ട് ഒരു ക്ലാസ്സിൽ. പൂച്ചക്കണ്ടുള്ളവൻ പൂച്ച അനീഷ്, മുടിശകലം പുറകോട്ട് വളർത്തിയ കോഴിവാലൻ അനീഷ്, കറുത്തിരുന്ന കാക്ക അനീഷ്, ഇങ്ങനെ വെച്ചാണ് അറിയുന്നത്. പക്ഷെ അപ്പോഴും അവരെന്നെ വിളിച്ചത് ചുള്ളൻ അനീഷ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഗംഭീരമായ ആ പേര് സ്വീകരിച്ച് കുറച്ചധികം വർഷങ്ങൾ അതുകൊണ്ട് നടന്നു. പക്ഷെ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു റീയൂണിയൻ നടന്നു. ഞാൻ ഇതുപോലെ തന്നെയൊക്കെ മൈക്കെടുത്ത് വെച്ചപ്പോൾ നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടല്ലോ, ഞാനാണ് നിങ്ങളുടെ ചുള്ളൻ അനീഷ്. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാം, ചെറിയൊരു മാറ്റമുണ്ട്, അന്ന് മുതൽ നിന്നോട് പറയണമെന്നോർത്ത് നിന്നെ ഞങ്ങൾ വിളിക്കുന്നത് കുള്ളൻ അനീഷ് എന്നാണെന്ന്. ആ വാല് ഞാനെടുത്ത് മാറ്റി. അപ്പോൾ ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ഈ പേര് വന്നു ചേരുന്നത് ഓരോരോ രീതിയിലാണ്. കാര്യം ആനയും കൊണ്ടു നടക്കുന്ന ആനക്കാരൻ, കുതിരയും കൊണ്ട് നടന്ന കുതിരക്കാരൻ, കാറും കൊണ്ടുവരുന്ന കറിക്കാരൻ, കറി വെച്ച കറിക്കാരൻ, കാർ ഓടിച്ച ഡ്രൈവർ, ഇങ്ങനെ പേരിടുമ്പോഴത്തേക്കും സച്ചിൻ ടെണ്ടുൽക്കർ കാരണം പേര് കിട്ടിയ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്. കാര്യം സച്ചിൻ പണ്ട് ബൂസ്റ്റിന്റെ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞു നമ്മുടെ ഒരു കൂട്ടുകാരൻ ശകലം പുന്നാരിച്ച് സംസാരിക്കും. ഇവൻ ഈ പരസ്യം കണ്ടെത്തി ക്രിക്കറ്റ് കളിച്ചിരിക്കുന്ന പറഞ്ഞ് ബൂച്ചിട്ട് ചിക്കട്ട് മാഞ്ചിയ ഈ സാധനം അടിച്ചപ്പം ഇവന്റെ കല്യാണ ലെറ്ററിൽ പോലും ഇവന്റെ പേരിന്റെ ബ്രാക്കറ്റിൽ ബൂച്ചിട്ട എന്ന് വെച്ചിട്ടാണ് നാട്ടുകാർ തിരിച്ചറിഞ്ഞത്. അപ്പൊ ഇവനെ കുറിച്ച് പറയണ സാഹചര്യത്തിൽ ഇവന്റെ ബാല്യത്തെക്കുറിച്ച് ഒന്നും ഓർക്കാണ്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ നിന്നിട്ട് പറയും സ്മരണ വേണം ചേവരേ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അവനൊന്നും സ്മരിക്കാണ്ട് പോകാൻ പറ്റൂല. കാര്യം ഇവന്റെ ചെറിയ പ്രായത്തിൽ നമ്മുടെ അമ്പലത്തിലേക്ക് ഈ സപ്താഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പം പുരാണങ്ങളൊക്കെ പാരായണം ചെയ്യാനായിട്ട് ആചാര്യന്മാരൊക്കെ വരും. അവരിങ്ങനെ മൈക്ക് വെച്ചിട്ട് പുരാണം പറയും. അപ്പോൾ ഈ പിള്ളേരെല്ലാം കൂടി ഫ്രണ്ടിൽ ഇരുന്ന് അതിലും വലിയ പുരാണം. അപ്പോൾ കമ്മിറ്റിക്കാർ ഇവന്റെ ടീമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അത്രയും വലിയൊരാൾ അവിടെ ഇരുന്ന് പുരാണം പറയുമ്പോൾ ഇവിടെ ഇരുന്ന് പുരാണം പറയണമെന്ന് പറഞ്ഞപ്പോൾ കമ്മിറ്റിക്കാരൻ്റെ മൈക്കിൽ കൂടി പുരാണം പറഞ്ഞിട്ട് കുഴപ്പമില്ല, ഇവിടെ ഞങ്ങൾ 2-3 പേര് മൈക്കില്ലാണ്ട് പുരാണം പറഞ്ഞതിന് ആദ്യം ആ മാമനെ പറഞ്ഞുകൂടാ. ഇവൻ 8ാം ക്ലാസ്സിലെ റിസൾട്ട്, ഇവന്മാർ 4 മക്കളാണ്. ഇവർ റിസൾട്ട് നോക്കാൻ പോയപ്പോഴത്തേക്ക് അന്ന് ആരെങ്കിലും ഒരാൾ പോയാൽ മതിയല്ല, കാര്യം ഇത് തോറ്റോ ജയിച്ചോ ഒന്നൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവർ നമ്മളെ കയർ ഫാക്ടറി മേഖലയാണ് ഇവിടെ നെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ 5-8 പേര് ഇങ്ങനെ നിരന്ന് നെയ്യുന്നു. അപ്പോൾ മക്കളുടെ റിസൾട്ട് അഭിമാനത്തോടെ പറയാനുള്ള ഒരു അച്ഛൻ്റെ ആഗ്രഹപ്രകാരം പുള്ളി ഇങ്ങനെ നിന്നിട്ട് ഇപ്പോൾ ഇവൻ്റെ ചേട്ടൻ്റെ പേരാണ് അപ്പു. അപ്പോൾ ഇവനെ റിസൾട്ട് നോക്കിയിട്ട് വരുന്ന അച്ഛൻ വളരെ ഭാവത്തോടു കൂടി ചോദിച്ച്, മോനെ എങ്ങനെയുണ്ട് റിസൾട്ട് നോക്കിയാ? അപ്പുണ്ടം തോറ്റി. അപ്പോൾ പുള്ളി ഒന്ന് ചിരിച്ചിട്ട് എന്നാ പോട്ടെ വായൊക്കെ ആക്കിയുണ്ടല്ലോ 3 അപ്പോൾ മകനാ ഇല്ല ഞാൻ ജയിച്ചില്ലെന്ന്. ഓടെ എല്ലാം തോച്ചു ഒന്നമ്പാടി വരികയെ. ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഇവൻ ഇച്ചിരി കൂടിയൊക്കെ ആയി. ഞങ്ങൾ പ്രോഗ്രാം ഈ കഴിഞ്ഞ എപ്പിസോഡൊക്കെ കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോഴേ ഞങ്ങൾ ക്ലബിൻ്റെ അവിടെ എല്ലാവരും കൂടി ഇരുന്ന് ഞാനാണെങ്കിൽ ഒരു ടയറില്ലാത്ത കാറ് 10 കിലോമീറ്റർ തള്ളി അങ്ങ് മറിക്കണ രീതിയിൽ രമേശിൻ്റെ കൂടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, ഡേഹനയുടെ കൂടെയായിരുന്നു ഡിന്നർ. രമേശിൻ്റെ അടുത്ത പടത്തിലേക്ക് എനിക്കൊരു ചെറിയ സാധനം വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും പിന്നെ അടുത്ത പ്രാവശ്യം നീ ചെല്ലുമ്പോൾ രമേശേനെ ഒന്ന് വിളിച്ചിട്ട് എനിക്ക് തന്നെ ഇതെല്ലാം പറയണ്ട. ഇവൻ എൻ്റെ കൈയെടുത്ത് ഇങ്ങനെ നെഞ്ചിൽ വെച്ചിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല. എനിക്ക് ദേഷ്യം വന്നേരം. ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും പേര് ഞാൻ തള്ളണ ഈ സാധനങ്ങൾക്കെല്ലാം എന്നെ നോക്കിയിട്ട് എന്തെങ്കിലും പറയണ്ട, നിനക്കൊന്നും പറയാനില്ലേ? ആണോ രമേശ് പിഷാരിയോടൊക്കെ പോകാൻ പറയും, ഇത് ഡയാനക്ക് ഷൈക്കാൻ്റെ കൊടുത്ത കൈയാ ഞാൻ തരൂല്ലെന്ന്. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയെ. ഭയങ്കര ഫാൻസാണ്. ഇവനെ ഈ ബൂച്ചിട്ടേന്ന് മാറ്റി വേറെ എന്തെങ്കിലും വിളിച്ചാൽ മതി എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഞാനോർത്ത് എന്നെയൊക്കെ നാട്ടുകാർ വിളിക്കണ ചിലത് കേട്ടാൽ പെറ്റ തള്ള സഹിക്കൂല. അപ്പോൾ പേരിനകത്ത് കാര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ രീതി ടെറസിൻ്റെ പൊക്കത്തിൽ കൃഷി നടത്തി നല്ലവനായ ഉണ്ണി എന്നൊരു പേര് സ്വീകരിക്കുകയും പറന്നു കിടക്കുന്ന ഒരു പക്ഷിയുടെ പേരെടുത്തിട്ട് പടമെടുത്ത് അത് ഹിറ്റാക്കുകയും ചെയ്തൊരു മനുഷ്യൻ്റെ മുമ്പിൽ വന്ന് ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ട് ആദ്യം തന്നെ ഞാൻ എൻ്റെ പേര് പോലും പറയാൻ മറന്നുപോയി. ഇത്രയും നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് അനീഷ് കാട്ടുകട. കുഴപ്പമില്ലല്ലേ? കുഴപ്പമുണ്ട്. ആ അതെ അതെ, കുറച്ചല്ല നല്ലോണം ഉണ്ട്. അതെ അതെ. സുധീഷേട്ടാ കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമുള്ള ഡയാനയ്ക്ക് ഫേക്ക് ഐഡി ഉണ്ടെന്ന് പറയുന്നത് ഇവനൊക്കെ ചെല്ലും ചെലവും കൊടുത്ത് കൊണ്ടുവരികയാണ് പ്രൊമോഷന് വേണ്ടിയിട്ട്. അങ്ങ് ഇരുത്തി പുകഴ്ത്തുക, എന്നിട്ട് ഇരുന്ന് സൂയിക്കുക, എന്നിട്ട് കുഴപ്പമില്ലല്ലേ എന്ന് പറയും. നമ്മളിതൊക്കെ മനസ്സിലാവാതിരിക്കുക. അടിപൊളിയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് റിയൽ വേർഡിലേക്ക് കിടക്കാം. അതെ, ഞാന് പൂനെന്നാണ് കല്യാണം കഴിച്ചത്. അപ്പം മലയാളത്തിൽ ആദ്യം തിയേറ്ററിൽ പോയി പടം കണ്ടത് എൻ്റെ ഭാര്യ കാര്യസ്ഥനാണ്. ആ സമയത്ത് ഒരു അവാർഡ് നൈറ്റിന് ഞാൻ ഹിന്ദി ഷാറൂഖ് ഖാനുമായിട്ട് കുറെ നേരം സംസാരിക്കുകയും ഷാറൂഖ് ഖാനെ കൊണ്ട് മമ്മൂക്കനെ ലാലേട്ടനെ അനുകരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഷാറൂഖ് ഖാൻ കെട്ടിപ്പിടിക്കുകയും ചെയ്തു എന്നെ. ഞാൻ വീട്ടിൽ വന്ന ശേഷം ആ പെട്ടിയൊക്കെ ഒതുക്കി വെക്കുമ്പോൾ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യ ഈ കോട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഷാറൂഖ് ഖാൻ കെട്ടിപ്പിടിച്ച കോട്ടല്ലേ, ഇതങ്ങോട്ട് മാറ്റി വെച്ചേക്കാന്നും പറഞ്ഞ് സൂക്ഷിച്ചു വെച്ചു. അപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ ചില ഇഷ്ടങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പൊ നിന്റെ കൂട്ടുകാരൻ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നീ കൈ ഇനി സാനിറ്റൈസർ തേക്കാതെ നിന്റെ നാട്ടിൽ സുരക്ഷിതമായിട്ട് കൊണ്ടുപോവാ. പോണ വഴിക്ക് മൂക്കിലൊക്കെ ഇട്ടിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഡയാനയ്ക്ക് തന്ന കൈയാന്നും പറഞ്ഞ് ദൈവത്തെ ഓർത്ത് അവന് കൊടുക്കരുത്. ചുള്ളൻ അനീഷ് അല്ലേ? ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. കാരണം നല്ല ഒഴുക്കുണ്ടായിരുന്നു. കൂടാതെ എന്താ പറയുക, രമേശിനെയും അതുപോലെ ഡയാനയൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് വളരെ ആ കഥയിലൂടെ കൊണ്ടുവന്നൊക്കെ വളരെ രസകരമായിരുന്നു. ഓക്കെ, അടിപൊളി, സൂപ്പർ. ഓക്കെ, താങ്ക് യു.
അപ്പോൾ എന്തായാലും ഒരു കിടിലൻ പെർഫോമൻസ് ചെയ്യുന്നതായിരുന്നു, എപ്പോഴത്തെയും പോലെ അല്ലെ, സൂപ്പർ ആയിരുന്നു. എന്നെ കുറച്ച് കളിയാക്കിയെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു പെർഫോമൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റില്ല, അതന്നെ വലിയൊരു കാര്യം. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള സൗജന്യ ചികിത്സാ ക്യാമ്പ് തുടങ്ങുവാണ്. എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഓക്സിജൻ ഉണ്ടോ? ഉണ്ട്. അതെ, ഇവിടെ ഓക്സിജൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, വലിച്ചു കയറ്റണ്ട. ഞാൻ സിലിണ്ടറിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. വരും. അല്ലേ, കോമഡി പറയാൻ നടക്കുന്നു. ഡോക്ടറെ, ഡോക്ടറെ, അപ്പൊ വിളിക്കാം അല്ലേ? ഡോക്ടർ സ്വാഗതം. ആ അല്ലുവെങ്കിൽ അല്ല എനിക്കറിയാം, വിളിച്ചിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റപ്പ് കൊള്ളാം, അടിപൊളി. സാർ ഹായ്, നമസ്കാരം വിഷാരടി. ഹായ്. കാണാറുണ്ട്. ഓക്കെ നമസ്കാരം. ഓക്കെ. നമസ്കാരം. ബോർഡ് എന്തോ തോന്നിയാസോ അതിനകത്ത് എഴുതി വെച്ചത്? തോന്നിയാസോ? സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എന്ന് തോന്നിയാസോ ആകണം. എങ്ങനെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എഴുതിയാൽ തോന്നിയാസോ ഇല്ല, അതിന്റെ അടിയിൽ എഴുതി വെച്ചത് എന്തോ തോന്നിയാസോ? ഡോക്ടറിന്റെ പേര്? ഡോക്ടർ പൂച്ചാണ്ടി MBBS. എന്ത് തോന്നിയാസോ? ഞാൻ പൂച്ചാണ്ടി ഒന്നല്ല, പിന്നെ ഡോക്ടർ PU ചാണ്ടി. പൂച്ചാണ്ടി എഴുതി വെച്ചത്. ക്ഷമിക്കണം ക്ഷമിക്കണം, കുത്തി വെക്കാൻ മറന്നുപോയി. കുത്തി വെക്കുന്നത് താനാണോ? നഴ്സുമാരല്ലേ കുത്തി വെക്കുന്നത്? കുത്തിവെപ്പല്ലെന്ന്. ഈ കുത്തെടുത്ത് ഇവിടെ വെക്കാൻ മറന്നുപോയിരുന്നു. ഈ കുത്ത് ഇവിടെ ആയിരുന്നു വേണ്ടത്. വേഗം എടുത്ത് കുത്തി വെക്കാൻ തനിക്ക് കുത്തോളൂ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. അയ്യോ, അല്ല അപ്പൊ പൂച്ചാണ്ടി എന്ന് വിളിക്കണ ചാണ്ടി എന്ന് വിളിക്കണം? എന്നെ ചാണ്ടി എന്ന് വിളിച്ചാൽ ഡോക്ടർ ചാണ്ടി. PU ചാണ്ടി. PU ചാണ്ടി. സാറേ നമുക്ക് ഇന്ന് പെട്ടെന്ന് കോമഡി പറയാനൊക്കെ ചടങ്ങുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ സൗജന്യ ചികിത്സാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയെ തന്നെയാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത്. ഫണ്ട്സ് അപ്പോൺ എ ടൈമിന്റെ നട്ടലായ, എന്താ പറയാ, എല്ലാമായ അദ്ദേഹം ഇല്ലാതെ ഫണ്ട്സ് അപ്പോൺ എ ടൈം ഇല്ല. അങ്ങനെയുള്ള അദ്ദേഹം ഇന്നൊരു വിശിഷ്ടാതിഥിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും സ്നേഹമാണ്, എല്ലാവർക്കും ആദരവാണ്. അദ്ദേഹത്തെ കുറിച്ച് പുകഴ്ത്താൻ എനിക്ക് വാക്കുകളില്ല. അങ്ങനെയുള്ള ഞാൻ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. ഈ ഉദ്ഘാടനം പ്രത്യേകമായ രീതിയിലാണ് ഞാൻ ഉദ്ഘാടനം നടത്തുന്നത്. ഈ ഉദ്ഘാടനത്തിന്റെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാമായ ഈ ഷോയിന്റെ നെടുന്തൂണായ നല്ലൊരു വ്യക്തിത്വത്തിനുടമയായ ഞാൻ തന്നെ ചൊല്ലി തുടങ്ങുക. ഗംഭീര കരുതലുമായി മുന്നോട്ടിനി നാം പോവണം. ഗംഭീര കരുതലുമായി മുന്നോട്ടിനി നാം പോവണം. പുറത്തേക്ക് ഇറങ്ങിയാൽ മാസ്കുകൾ വെക്കണം. നാലാളു കൂടിയാൽ അകലത്തിൽ നിൽക്കണം. ഷെയ്ക്കാൻഡും ഹഗ്ഗിങ്ങും നിരത്തിൽ തുപ്പും നിർത്തണം. സോപ്പിട്ട് പറച്ചാൽ കൊറോണയെ തടുക്കാം. മാസ്കിട്ട് മുഖം മറച്ചാൽ കൊറോണയെ തടുക്കാം. അകലം പാലിച്ചു കൊറോണയെ തടുക്കാം. ഗംഭീര കരുതലുമായി മുന്നോട്ടിനി നാം പോവണം. ലോകമാകെ ഈ കോവിഡ് വൈറസ് നാശം വിതച്ചു പടർന്നല്ലോ. മരണമാരിയായി മനുഷ്യ ജീവനുകൾ ദയയില്ലാതെ കവർന്നല്ലോ. തടുക്കണം, ഇവനെ തകർക്കണം. ഒതുക്കണം, വേരറുക്കണം. ഒരുമയോടെ നാം നാശമാരി ജാഗരൂകരായി തുരത്തിയൊടുക്കണം. സോപ്പിട്ട് പാതച്ചാൽ കൊറോണയെ തടുക്കാം. മാസ്കിട്ട് മുഖം മറച്ചാൽ കൊറോണയെ തടുക്കാം. അകലം പാലിച്ചു കൊറോണയെ തടുക്കാം. ഗംഭീര കരുതലുമായി മുന്നോട്ടിനി നാം പോവണം. ഗംഭീര കരുതലുമായി മുന്നോട്ടിനി നാം പോവണം. പാട്ടെല്ലാവർക്കും ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നത് നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി. നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. എന്താണ്? ഈ പാട്ടിന്റെ വരികളും ഞാൻ ഒറ്റയ്ക്ക് എഴുതിയാണ്. വേറെ ആരുടെയെങ്കിലും പേര് പറഞ്ഞ അടി ഉണ്ടല്ലേ? അതെ, ശ്വാസം മുട്ടിലെ ഗുളിക ഉദ്ഘാടനം ഞാൻ തന്നെ നോക്കാം. ആ ഗുളിക, ഓ നല്ല കിടപ്പ്. ആ ഗുളിക ഇത് പാടാൻ പറ്റണില്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മുൻകൂറായിട്ട് ആദ്യമേ പേര് ഓരോ രോഗികളെ മറ്റേ എന്താ സോപ്പിട്ട് പതവതച്ചാലോ അങ്ങനത്തെ പറഞ്ഞല്ലോ അതിന്റെ ഇടയില്. സോപ്പിട്ട് പതച്ചാൽ കൊറോണയെ തടുക്കാം. മാസ്കിട്ട് മുഖം മറച്ചാൽ കൊറോണയെ തടുക്കാം. അകലം പാലിച്ച് നമ്മൾ കൊറോണയെ പറത്താം. അത് പാടിയിട്ടാണ് കഥച്ചത്. അതെ അല്ലെങ്കിലേ എനിക്ക് പോയിട്ട് വേറെ രോഗികളെ നോക്കാനുള്ളതാ. ആദ്യത്തെ പേര് ദേവസേന. ദേവസേന പേരിട്ടേക്കണ ദേവസേന. നോക്കട്ടെ. എന്റെ ദൈവമേ, ദേവസേന. ദേവസേന എടോ, ദേവസി എന്നെ എന്നാണത്. ദേവസി എന്നെ ദേവസേന
ഫസ്റ്റ് രോഗിയായിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഈ എവിടെ കൂടിയിരിക്കണം? നമസ്കാരം. ദേവസ്യ വരൂ ഇരിക്കും. എന്താ പേര്? എന്താ പേര്? പേര് ചോദിക്കാനാണോ വിളിച്ചത്? എന്റെ പൊന്നു ഡോക്ടർ, ആ പേര് വിളിച്ചിട്ടുള്ള ഇയാള് വന്ന പിന്നെ എന്താണ് പേര് ചോദിക്കണം? ദേവസി എന്നെ. എത്ര വയസ്സ്? അമ്മയുടെ കണക്കിൽ 63. അപ്പന്റെ കണക്കില് 64. തന്റെ കണക്കിൽ എത്ര ഉണ്ട്? 65, 66, 67 എങ്ങനെയാണ് കൂട്ടിക്കോ? നല്ല കണക്കാണല്ലോ, കണക്കായി. അപ്പൊ എന്താണ് നമ്മുടെ ഈ രോഗം? പറഞ്ഞോളൂ. രോഗം എഴുതി കൊണ്ടുവന്നേക്കാണോ? കൊള്ളാലോ. എന്താണ് ഓർമ്മ? സൗജന്യമാണെന്ന് പറഞ്ഞ് എല്ലാം കൂടി ഇങ്ങോട്ട് വന്നേക്കുവാണ്. എന്റെ ദൈവമേ. ഇവിടെ ആശുപത്രിയുടെ സൂപ്പർ മാർക്കറ്റോ? അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, ഓയില്. ഇത് അല്ലല്ല, രോഗമുണ്ട്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്. അങ്ങനെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് നോക്കാട്ടോ. അതെ. പിന്നെ ഡോക്ടറെ, ഈ 4-5 വർഷം മുമ്പ് എന്റെ പല്ലിന്റെ ഒരു റൂട്ട് കനാൽ നടത്തി. പക്ഷെ ഇപ്പോ ഒരു ചെറിയ ഇളക്കം. എത്ര വർഷം മുമ്പ്? 4-5 വർഷം മുമ്പ്. 4-5 വർഷം മുമ്പ് നടത്തിയ റൂട്ട് കനാല് ഇപ്പൊ ചെറിയ ഇളക്കം. 5 ദിവസം മുമ്പ് പണിത പാലം മൊത്തം ഇളകി പോയി. എന്നിട്ട് ഈ 5 കൊല്ലം മുമ്പുള്ള ഇതൊക്കെ ഒരു രോഗമാണോ ദേവസി? മര്യാദക്കുള്ള രോഗം പറയൂ. അതെ, ഒന്ന് നാക്ക് നീട്ടു. ഡോക്ടർ, ഈ വന്ന രോഗികളൊക്കെ എപ്പോഴും നാക്ക് നീട്ടാൻ പറഞ്ഞത് എന്താണ്? എടോ, നാക്കല്ലേ നീട്ടാൻ പറയാൻ പറ്റും, മൂക്ക് നീട്ടാൻ പറ്റും. മൂക്ക് നീളൂല്ലല്ലോ. അപ്പൊ അവിടെ നിൽക്ക്, പരിശോധിക്കില്ല. ഞാൻ എനിക്ക് ചോദിക്കണം, അതിന് വേണ്ടിയ കാശ് പഠിക്കാൻ ചെയ്യണേ. ആയിക്കോട്ടെ. അപ്പൊ ദേവസി രാവിലെ എന്താണ് കഴിച്ചത്? അതെ ഡോക്ടറെ, ഈ വരുന്ന രോഗികളുടെയൊക്കെ എപ്പോഴും ഈ രാവിലെ എന്താണ് കഴിച്ചത്, ഉച്ചക്ക് എന്താണ് കഴിച്ചതെന്നൊക്കെ ചോദിക്കണല്ലോ, എന്താ കാര്യം? അതെന്താ സംഭവിച്ചാൽ ഡോക്ടർമാരുടെ ഒരു ഐഡിയ ആണ് അത്. അതായത് രാവിലെ എന്താണ് കഴിച്ചതെന്ന് ചോദിച്ചാൽ, ഒരു രോഗി വന്നിട്ട് ഞങ്ങൾ പഴങ്കഞ്ചിയാണ് കഴിച്ചതെന്ന് പറഞ്ഞാൽ അവന് ടെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, കയ്യിൽ കാശില്ല എന്നറിയാം. ആ സമയത്ത് വന്ന മറ്റേ രോഗി പറഞ്ഞു ഞാൻ രാവിലെ പുട്ടും മട്ടൻ ചാപ്സും ആണ് കഴിച്ചതെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് ഞങ്ങൾ MRI വരെ നടത്തി. കാരണം അവന് വരുമാനമുണ്ട്. ഈ വരുമാനം അറിയാന്നുള്ള ഒരു ചെറിയൊരു നേക്ക്, അത്രേ ഉള്ളൂ. അപ്പൊ രോഗം നോക്കാനല്ല. രോഗം നോക്കാനില്ല. എന്താണ് കഴിച്ചത്? പഴങ്ങഞ്ഞി. അയ്യോ, ഒന്നും എടുക്കണ്ട, സൗജന്യമാണല്ലോ. അപ്പൊ മട്ടൻ കഴിച്ചിട്ട് വന്നിട്ടും കാര്യമില്ല. ഇപ്പൊ എന്താണ് ഇങ്ങോട്ട് പോരാൻ പെട്ടെന്നൊരു കാരണം? കഴിഞ്ഞ ആഴ്ച വീട്ടിൽ ഒരു നാടൻ കോഴിയുടെ ചിക്കൻ കറി വെച്ച്. പാലടിച്ചാണ് വെച്ചത്. നല്ല ടേസ്റ്റാണ്. അയ്യോ, അല്ല, അത് കഴിച്ച പിന്നെ മേല് മൊത്തം നീരാ. അയ്യോ, നാടൻ കോഴിക്കറിയാണ് കഴിച്ചതല്ലേ? അതെ. ശേഷം മൊത്തം നീര്. റിയാക്ഷനാ? ഓ, മൊത്തം റിയാക്ഷൻ അല്ല, ഞാൻ മുഴുവനുണ്ട്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാല്, ഇത് മൊത്തം ശരീരത്തിൽ നീരാണ്. പക്ഷെ ഇത് കോഴിക്കറി കഴിച്ചതിന്റെ ഇൻഫെക്ഷൻ ആയിട്ട് എനിക്ക് തോന്നണില്ല. ഇത് ആരുടെയോ ക്രൂരമായ മർദ്ദനത്തിൽ വന്നിട്ടുള്ള നീരാണ്. പയലോക്കത്തുള്ള കോഴിനെ കട്ടെടുത്ത് കറി വെച്ച് തിന്നിട്ട് നാട്ടുകാരെ തല്ലും കൊണ്ടിട്ട് സൗജന്യ ചികിത്സക്ക് വന്നേക്കണല്ലേ? പിന്നെ അന്നത്തെ ആ സംഭവത്തിൽ എന്റെ കാലിൽ ഒരല്പം മുറിവ് പറ്റിയിരുന്നു. നോക്കട്ടെ. സെപ്റ്റിക് ആയിട്ടുണ്ടല്ലോ. അയ്യോ, കാല സെപ്റ്റിക് ടാങ്കോ? സെപ്റ്റിക് ടാങ്കല്ലോ, സെപ്റ്റിക് ആയിരുന്നു, പഴുത്തുണ്ട്. ഞാനൊരു കാര്യം ചെയ്യണം. അത് ഒന്നിടവിട്ട ദിവസങ്ങളിലേ ഡ്രസ് ചെയ്യണം. ബാക്കിയുള്ള ദിവസം ഒന്ന് തുണിയിൽ അടക്കണം. ഇതെന്താ ഈ പറയണ? ഡ്രസ്സൊക്കെ എപ്പോഴും ഇടണം, ഒന്നിനാടൻ ഡ്രസ് ചെയ്യണം. എന്ത് ഇവരൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? എടോ, ഇയാളുടെ ശരീരത്തിൽ ഡ്രസ് ചെയ്ത് കല്യാണത്തിന് പോണ കാര്യമല്ല പറഞ്ഞത്. ഈ മുറിവ് പറ്റിയോടത്തെ മരുന്ന് വരട്ടി ഡ്രസ് ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞത്. മിണ്ടാതെ മനസ്സിലാക്കി കൊടുക്കണം. അതാണ് അല്ലേ? അല്ലേ? നിങ്ങൾ എന്തിനാണ് പുള്ളിനെ വിളിച്ചോണ്ട് വന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്താൻ ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ പരിചയത്തിൽ എറണാകുളത്ത് എത്രയോ നല്ല നല്ല ഡോക്ടർമാരുണ്ടല്ലോ. അല്ലെ, പുള്ളി പൂച്ചാണ്ടി നല്ല അല്ല, ചാണ്ടി വളരെ നല്ല ആളാണെന്ന് അയാൾ തന്നെ പറഞ്ഞു. നിങ്ങള് IMA മെമ്പർഷിപ്പ് ഉള്ള ആളാണോ? IMA UMA അംഗീകാരം കിട്ടിയ ആളാ ഞാൻ. UMA അംഗീകരിച്ച ഡോക്ടറാ ഞാൻ. അല്ലാതെ വെറുതെ വിട്ടിട്ട് വരില്ല. UMA ആരാ അത്? എന്താ അത്? അല്ല, IMA എന്ന് പറഞ്ഞ എന്താണ്? അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ UMA അംഗീകരിച്ചു എന്ന് പറഞ്ഞ? UMA എന്ന് പറഞ്ഞ ഉമ, എന്റെ ഭാര്യ അംഗീകരിച്ച ഡോക്ടറാ ഞാൻ. മനസ്സിലായോ? ഞാൻ പറഞ്ഞ ചില്ലറക്കാരനല്ല കൊണ്ടുവന്നേക്കുന്നത്. ലോകത്തുള്ള ആരംഗീകരിച്ചാലും നമ്മൾ അംഗീകരിക്കത്താണ് നമ്മുടെ ഭാര്യ. ആ ഭാര്യയാണ് അംഗീകരിച്ചേക്കുന്നത്. UMA നല്ല സർട്ടിഫിക്കറ്റ് ആണ്. IMA-നേക്കാൾ നല്ല സർട്ടിഫിക്കറ്റ് ആണ് UMA. അപ്പോ ദേവസി, ഞാൻ പറയുന്ന ഈ മരുന്നുകളെല്ലാം പുരട്ടണം, മരുന്നുകളെല്ലാം കഴിക്കണം. രാവിലെ ഒരെണ്ണം കഴിക്കണം, വൈകിട്ട് ഒരെണ്ണം കഴിക്കണം. രാവിലെ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുക, വൈകിട്ട് ഭക്ഷണത്തിന് ശേഷം രാത്രി ഉണ്ടെങ്കിൽ കഴിക്കണം.
ഞാനുണ്ടെങ്കിൽ അല്ലല്ല ഗുളിക ഉണ്ടെങ്കിൽ. നിനക്ക് പറയില്ലേ? ശരി 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 കേട്ടോ. പോട്ടെ. പൊക്കോ, പൊക്കോ. അടുത്ത ആൾ വിളിച്ചോ. വേഗം വേണം. പറഞ്ഞ പോലെ കേട്ടോ. സൗജന്യമാണ്, പ്രാർത്ഥിക്കണം ഞങ്ങള്. അടുത്ത ആൾ വിളിച്ചോ. ഡോക്ടറെ, വേഗം വേണം. അടുത്ത ആളെ നോക്കുന്നതിന് മുമ്പേ ആ. എന്നെ ഒന്ന് നോക്കിയേ. അയ്യോ. എനിക്ക് തീരെ വയ്യ. തനിക്ക് എന്തോ ഈ നേരം വരെ കുഴപ്പമൊന്നുമില്ല. കിതപ്പിന്റെ ഗുളിക തന്നില്ലേ? ഉവ്വ. അത് കഴിച്ചതിന് ശേഷം നിങ്ങളൊക്കെ ആടണ്ട. ഇല്ല 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 ഞാനാണ് ആടണത്. ഇരുന്നു, ഇരുന്നു. പ്രശ്നം അയ്യോ, എന്ത് ഗുളികയാണ് തന്നത്? ഇല്ല അതൊക്കെ ഒന്നും കുഴപ്പമില്ല. ഇത് ഞാനല്ലേ അത് നിങ്ങളിവിടെ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം പ്രഷർ കൂടുന്നുണ്ട്, പ്രഷർ കൂടുന്നുണ്ട്. പ്രഷർ കൂടുന്നുണ്ട്. ഞെക്ക്. കണ്ടാ പെട്രോളിനും ഡീസലും വില കൂടുന്ന പോലെ കണ്ട് കയറി 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 പോണോ? നിങ്ങൾ മിണ്ടാതിരി. 170, ഏയ്. 200. അയ്യോ, ഇനി കൂടില്ല. ഇനി തട്ടി നിൽക്കുന്ന സാധനം. തട്ടി നിൽക്കണം അടിച്ചു. ഇതേ പോണു. അയ്യോ, എന്നെ ആരും തരൂ. പ്രഷർ കൂടുകയും കുറയുകയും എന്ത് ചെയ്യാമല്ലോ. ഗുളികയാണോ നീ എനിക്ക് തന്നത്? ഏത് ഗുളിക എടുത്ത് കഴിച്ചത്? ഇത്. ഈ ഗുളിക. അയ്യോ, ചെറിയൊരു കയ്യബദ്ധം. ഇത് ഇന്നലെ പോയ ക്യാമ്പിൽ നിന്ന് കിട്ടിയ ഗുളികയാണ്. ഇന്നലെ ഏത് ക്യാമ്പിൽ പോയേ? ഏത് ക്യാമ്പിലെ പോയെന്നല്ലേ? ഇന്നലെ ഞാൻ ഈ മൃഗങ്ങളുടെ ക്യാമ്പിലാ പോയത്. അയ്യോ. ചില ആനകൾക്ക് ഈ പനമ്പട്ടയും അതുപോലെ കാട്ടിലുള്ള പുല്ലുകളും തിന്നിട്ട് വയറ് സ്റ്റക്കാവും. അപ്പൊ ആനകൾക്ക് വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടി ഹൈ ഡോസ് ഉള്ള ഗുളികയത്. കുഴപ്പമൊന്നുമില്ല. കറക്റ്റാ, ഡോക്ടർ പറഞ്ഞത് കറക്റ്റാണേ. ആനയുടെ ഗുളികയാണേ. സുധീഷ് ഏട്ടൻ ശബ്ദം നൽകിക്കൊണ്ട് അവസ്മരണീയമാക്കിയ ഒരു കഥാപാത്രമുണ്ട്, ഉണ്ണിയേട്ടൻ നന്ദനത്തില്. അതെ. അതിൽ അഭിനയിക്കുകയും ചെയ്തു. ക്ലൈമാക്സിൽ ഉണ്ണിയേട്ടനായിട്ട് വന്നു. പക്ഷെ അതിന് മുൻപ് ശബ്ദത്തിലൂടെ നമ്മൾ ഏവരും ഒരുപാട് മനസ്സുകൊണ്ട് ഏറ്റെടുത്ത ഒരു അത് ആ സമയത്ത് performance പലർക്കും ആയിരുന്നു അത്. അറിഞ്ഞിരുന്നില്ല, പിന്നീടാണ് അത് അറിഞ്ഞത്. അതെ അതെ. നന്ദനത്തിലെ ഈ കൃഷ്ണനായിട്ട് അദ്ദേഹം വന്ന സമയത്തൊക്കെ ഈ ശബ്ദം പരിചയം പോലെ തോന്നുന്നുണ്ട്, പക്ഷെ ഇതാരാന്ന് നമുക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ലായിരുന്നു. നമ്മൾ രണ്ട് ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ആയിട്ട് ചെയ്തതല്ലേ, അങ്ങനെ പിടികൊടുക്കൂല നമ്മള്. ഇപ്പൊ നമ്മള് സിനിമയെ പറ്റി ഇപ്പൊ പറയുമ്പോഴേ സുധീഷേട്ടാ, മൂന്നാം പക്കം എന്ന് പറയുന്ന പടത്തില് ഈ ബലിയിടുന്ന സീനിൽ ഒരു നമ്പൂരിയുണ്ട്. അപ്പൊ ഒറിജിനൽ നമ്പൂരിയാണ് അഭിനയിച്ചേക്കുന്നത്. അദ്ദേഹം പിന്നീട് ഇവിടുന്ന് USA പോയി കലയോടൊക്കെ ഉള്ളൊരു താല്പര്യം കൊണ്ട് അവിടെ ചെറിയ കലാപരിപാടികൾ ചെയ്യും, ഇവിടെ ചെറിയ കലാപരിപാടികളൊക്കെ ചെയ്യും. അങ്ങനെ വളരെ കുറച്ച് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് അവിടുന്ന് നാട്ടിലെത്തിയ സമയത്ത് ഉള്ള സമയം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ വന്ന് നമ്മുടെ പരിപാടി കാണാൻ ഇരിക്കുന്ന ആളാണ് ആ വെള്ള ചുവട്ടിരിക്കുന്ന ഹരി തിരുമേനി എന്ന് പറയുന്ന ആള്. ആ സിനിമയിൽ എങ്ങനെ എത്തിപ്പെട്ടത് മൂന്നാം പക്കത്തില്? ഞാൻ പത്മനാഭൻ സാറുമായിട്ടുള്ളൊരു അടുപ്പവും മൂന്നാം പക്കത്തിൽ തിരുമേനി വേണം എന്ന് സുരേഷ് ഉണ്ണിത്താൻ പറയുകയും അങ്ങനെ ബ്ലസ്സി എന്ന അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. അങ്ങനെ ബ്ലസ്സി വീട്ടിൽ വന്ന് ദക്ഷിണ തന്ന് വിളിക്കുകയായിരുന്നു. ഇനി എന്നാ ഞെട്ടിക്കുന്ന ഈ ലീവിന് വരുമ്പോ നമ്മളൊക്കെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ആണല്ലോ പോകുന്നത്. ഇതങ്ങനെയല്ല. ലീവിന് വന്നു കഴിഞ്ഞാല് ചില കുഞ്ഞു വേഷങ്ങളൊക്കെ പോയി അഭിനയിക്കും. ഇപ്പം ലാസ്റ്റ് പാപ്പനിലില്ലേ, ആ പാപ്പനിൽ ജോർജ് സാറുമായിട്ട് വർക്ക് ചെയ്തു. അതിലൊരു പള്ളിയിലച്ഛനായിട്ട് നിൽപ്പുണ്ട്. ഒരു പള്ളിയിലച്ഛൻ്റെ ഒക്കെ മുഖം കറക്റ്റ് ആയിട്ട് സിംഗ് പള്ളിയിലച്ഛനാവാം, നമ്പൂതിരി ആവാം, എല്ലാം ആവാം. താങ്ക് യു ഫോർ യുവർ വിസിറ്റ്. താങ്ക് യു ഹരിയേട്ടാ. അപ്പൊ നമുക്ക് അടുത്തതായി പോവാം ദി എക്സലൻസ് അവാർഡ് സെഗ്മെന്റിലേക്ക്. എക്സലൻസ് അവാർഡിൽ നമ്മുടെ അതിഥിയായി എത്തുന്ന താരം ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും വളരെ സജീവമായി നിലകൊള്ളുന്ന അഭിനേതാവ് മാത്രമല്ല ഒരു ഹാസ്യ കലാകാരൻ കൂടിയാണ് അദ്ദേഹം. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശ്രീ മനുരാജ്. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഈ ഡയാന ഇപ്പൊ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഒരു ഹാസ്യക്കാരൻ എന്നും കൂടെ പറഞ്ഞു, പക്ഷെ അത് പല മലയാളിക്കും കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് മനസ്സിലായില്ല. ഹാസ്യം നിങ്ങൾക്ക് മിമിക്രിയിൽ ഉണ്ടായിട്ടില്ലേ? അത് വെച്ചിട്ടാണ് പറയുന്നത്. എന്തെങ്കിലും ഒരിക്കലെങ്കിലും മലയാളിയെ എവിടെയെങ്കിലും ചിരിപ്പിച്ച ഒരാളെയാണ് ഇവിടെ നമ്മൾ ആദരിക്കുന്നത്. അത് പലർക്കും അറിയില്ല. മണിരാജനെ ഒരു അഭിനേതാവായിട്ടാണ് മലയാളികൾ കൂടുതലും കണ്ടു തുടങ്ങിയിട്ടുള്ളത്. വളരെ ജനകീയമായ പരമ്പരകളിൽ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ എത്ര നാളത്തെ പരിചയം? ഞങ്ങൾ തമ്മിൽ കുറെ മുമ്പേ ഉള്ള പരിചയമാണ്. കാരണം ഞാൻ പണ്ട് നിർമ്മിച്ച ഒരു സീരിയലിൽ മനുരാജ് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതെ, ആ സമയത്ത് ഫേമസ് ആണ്. വേറെ സീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കോമഡിയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാ സമയത്ത്. പലതരം ക്യാരക്ടറുകൾ പലരും ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരുപാട് സീരിയലുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമകളിൽ അപ്പുറപ്പം അതാത് കാലങ്ങളിൽ ഒരുപാട് സിനിമകളിൽ വലിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ അതെ. എന്തോ പറയാനുണ്ട്? അല്ലല്ല, ഒരുമിച്ച് നമ്മൾ മൂന്നുപേരും എതിരെ എന്നുള്ള ചിത്രത്തിൽ ഇപ്പൊ അഭിനയിച്ചു. അതെ അതെ, എതിരെ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞങ്ങള് മൂന്നുപേരും അഭിനയിച്ചു, പക്ഷെ ഞങ്ങള് സീനുകളിൽ മൂന്നുപേരും തമ്മിൽ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അതെ അതെ. മൂന്ന് സീനുകളായിരുന്നു. അതെ അതെ.
ഞാന വായിച്ചപ്പോ അഭിനേതാക്കൾ മനുരാജ്, സുധീഷ്, ഡയാന എന്ന് കണ്ടപ്പോഴാണ് ഡയാനയ്ക്ക് മനസ്സിലായത് ഈ പടത്തിൽ നിങ്ങൾ രണ്ടുപേരും അമൽ കെ ജോബി, അമൽ ദേവ്, അങ്ങനെ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. മനുവേട്ട എത്ര വർഷമായി? അതൊക്കെ പറഞ്ഞ് നമ്മള് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, വെറുതെ നശിപ്പിക്കണോ? എൻ്റെ ആദ്യ ചിത്രം ഇറങ്ങിയിട്ടില്ല. പോൾസൺ സാറിന്റെ, സിദ്ദിഖ് ലാൽ സാറിന്റെ അസോസിയേറ്റ് ആയിരുന്ന പോൾസൺ സാറിന്റെ പടമാണ്. അതിലൊരു ഹീറോ ലെവലിലുള്ള ക്യാരക്ടറാണ് ചെയ്തത്. ദൈവാദിനം കൊണ്ട് ഇറങ്ങിയില്ല. അത് കഴിഞ്ഞ് പിന്നെ വാസന്തി ലക്ഷ്മി എന്ന് പറഞ്ഞ പടമായിരുന്നു. മണിച്ചേട്ടനോട് ഒരു 10 പടത്തിലോട് അഭിനയിച്ചിട്ടുണ്ട്. മൊത്തം ഒരുപാട് സിനിമകളായി. അത്ഭുത ദ്വീപിലില്ലേ? ഉണ്ട്. എല്ലാ മിക്കവാറും പടങ്ങളിലൊക്കെ രണ്ടും ഞാൻ ഏത് ക്യാരക്ടർ വിളിച്ചാലും പോകും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ കുറച്ച് നല്ല വേഷങ്ങൾ കണ്ടിരുന്നു. കുറച്ച് നല്ല വേഷം. അതെ, റിലീസാകാൻ പോകുന്ന വരാല്, അങ്ങനെ ക്രൈം, IPC 307 എതിരെ, 19-ാം നൂറ്റാണ്ട്, കുറച്ച് 5-ലൊരാൾ തസ്കരൻ. ഇപ്പൊ ആസിഫിന്റെ കൂടെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണിമുളരാജ് ചേട്ടന്റെ പ്രൊഡക്ഷനില് മഹേഷുമായിരിക്കും. ഞാൻ വർഷങ്ങൾ മുമ്പ് എറണാകുളത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പം അന്ന് അതിൽ വരാവുന്ന ഏറ്റവും ഒരാള് അവസാന നിമിഷം എന്നെ പറ്റിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. നാട്ടുകാരെ മുഴുവൻ കാത്തിരിക്കുകയാണ്. തലേന്ന് ഞാൻ അന്ന് മനുരായേട്ടനെ വിളിച്ചു. തലേന്നിന്റെ തലേന്നോ അത്രേ ഉള്ളൂ. മനുരായേട്ട ഒരു ആവശ്യമുണ്ട്. അന്ന് ഇത്ര പരിചയമില്ല കേട്ടോ. എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് പരിപാടി നടക്കുകയാണ്. ഒന്ന് വന്ന് അത് ഉദ്ഘാടനം ചെയ്ത് തന്നാൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞു. യാതൊരു മടിയും കൂടാതെ അന്ന് കൃത്യമായി സമയത്തെത്തി അത് ഉദ്ഘാടനം ചെയ്ത് തന്ന ആളാണ് മനുരായേട്ടൻ എന്ന് പറയുന്നത്. കാരണം അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഇത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാനിത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് എന്നോട് എപ്പോഴും ജൂഡ് ആന്റണി ജോസഫ് എന്നെ കാണുമ്പോൾ എപ്പോഴും പറയും, ജൂഡിന്റെ നാട്ടിൽ ഇതുപോലൊരു പരിപാടി പിടിച്ചിട്ട് ഒരു നടൻ പറ്റിച്ചിട്ട് ജൂഡ് അവസാന നിമിഷം എന്നെ വിളിച്ചോണ്ട് പോയത്. അതുകൊണ്ട് ജൂഡ് എന്നെ കാണുമ്പോൾ ചേട്ടൻ എന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നു പറയുന്ന വല്ലൊരവസ്ഥ. ഇത് ഞാൻ ഇതുപോലെ ഈ കുറച്ച് എനിക്ക് ചില അഹങ്കാരങ്ങളൊക്കെ ചില സമയത്ത് തുടക്കകാലത്തൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷെ അഹങ്കാരമല്ല, ഹിറ്റായി നിന്നു എന്ന സമയത്ത് എന്ന് പറയുന്ന ആ തുടക്കകാലത്ത് എല്ലാവരും തിരിച്ചറിയുന്നു. അങ്ങനെയൊക്കെ ഒരു സംഭവം ഭയങ്കര ഇതായി. അങ്ങനെ എൻ്റെ ഒരു കസിന് രാജേന്ദ്രൻ എന്നും പറഞ്ഞ ഒരു കസിനുണ്ട്. അതേ ഒരുമിച്ച് ശങ്കരാടി ചേട്ടനെ കാണാൻ പോവാണ്. അന്ന് എളംകുളത്താണ് ശങ്കരാടി ചേട്ടൻ താമസിക്കുന്നത്. ഞാനവിടെ ചെന്നിട്ട് ശങ്കരാടി ചേട്ട അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ മുഖത്തോട്ട് നോക്കിച്ചാൽ ആരാ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അവിടെ തീർന്ന്. കാരണം ഞാൻ വലിയ കാര്യമായിട്ട് കസിനെയും കൊണ്ട് പോയതാ. ശങ്കരാടി ചേട്ടൻ്റെ കുറേ കഥകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് കേട്ടൊരു കഥയുണ്ട്. ശങ്കരാടി ചേട്ടൻ ഈ പിശുക്ക് ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര. അപ്പോൾ ശങ്കരാടി ചേട്ടൻ ബീഡി അടുത്തിരിക്കുന്ന ആള്, അവിടെ ബീഡി ഉണ്ടോ, ഇവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ, എന്നാ പിന്നെ എൻ്റെ ബീഡി തന്നെ എടുക്കാം എന്ന് പറയുന്ന അത്തരം ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനൊന്ന് പോയി കണ്ട് അങ്ങനെ ചമ്മിയൊരു സംഭവമൊക്കെ ഉണ്ട്. അന്ന് ഈ മനുരായേട്ടൻ സ്റ്റേജിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? ഞാൻ സ്റ്റാർസ് ഓഫ് കൊച്ചിൻ ഹരിശ്രീ കുറെ സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. എത്ര വർഷം പ്രൊഫഷണൽ മിമിക്രി കളിച്ചിട്ടുണ്ട്? പ്രൊഫഷണലായിട്ട് ഞാനൊരു 10 വർഷത്തോളം സ്റ്റേജിൽ പ്രോഗ്രാമായിട്ട് തന്നെ പോയിട്ടുണ്ട്. എത്ര പരമ്പരകൾ അഭിനയിച്ചു കാണും? പരമ്പര ഒരു എനിക്ക് തോന്നുന്നു 15ഓളം പരമ്പര മെഗാ സീരിയൽ തന്നെ. സ്ത്രീ, അങ്ങനെ. പിന്നെ സുധീഷ് ഒരു നടൻ മാത്രമല്ല, ഞാൻ അങ്ങനെ ഇരുത്തിക്കൊണ്ട് പറയാം, നല്ല സംവിധായകൻ, കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അതായത് വെച്ചാൽ ഓരോരുത്തരോട് വളരെ ലളിത സുന്ദരമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരാളോടെയാണ്. വയലന്റ് ആകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വയലന്റ് ആയ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സുധീഷ് ചേട്ടൻ വയലന്റ് ആവുന്നത് ഞാനും ഇതുവരെ മനുരായേട്ടൻ അതിന് ശേഷം, അതായത് ഈ സ്റ്റേജ് പരിപാടികൾ 10 വർഷം ചെയ്തു, ടെലിവിഷൻ ചെയ്തു, കുറെ നാള് സിനിമകൾ ചെയ്തു. ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും എനിക്കിത് ഇന്ന സാധനമാണ് ബ്രേക്ക് ആയത് എന്ന് തോന്നിയൊരു വേഷം ഏതായിരുന്നു ചെയ്തതില്? ഞാനിപ്പോ ഇതിന്റെ ഡയറക്ടർ ഹരിയോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോ അങ്ങനെ എടുത്തു പറയാൻ അങ്ങനെ സംഭവം ആര് വിളിച്ചാലും പോകണം. നമ്മളൊരു ഫീൽഡ് അങ്ങനെയാണല്ലോ, ഏതായാലും ഇറങ്ങി നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമൊന്നും അങ്ങനെ എടുത്തു പറയേണ്ടത് ജനങ്ങളാണ്. ജനങ്ങളിപ്പം അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നു. അങ്ങനെ രീതിയിൽ നമ്മൾ എല്ലാവരും എടുത്തെറിയും. മനോരാജ്, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കോഴിക്കോട് ഷൂട്ടിംഗ് നടന്നൊരു പടത്തില് അത് ഉണ്ടായിരുന്നു. അത് മീസാൻ താത്തി അവലോകനം. അത് കോഴിക്കോട് പാലക്കാടായിരുന്നു. താത്തി അവലോകനം അതാണ് ഞാനും കണ്ടത്. ആമസോൺ പ്രൈമിലാ ഒരു ഇപ്പം ലൈവ് പോകുന്നുണ്ട്. ശ്രീയൊക്കെ ചെയ്തത്. അപ്പൊ മനുവേട്ട, വൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം ഏറ്റുവാങ്ങണം. അപ്പൊ അത് അദ്ദേഹത്തിന് കൈമാറുവാനായിട്ട് ഞാൻ സുധീഷ് ചേട്ടനെയും രമേശ് ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. പ്രിയപ്പെട്ട മനുരായേട്ടൻ, അദ്ദേഹം പണ്ട്
പെട്ടെന്നൊരാവശ്യത്തിന് വിളിച്ചപ്പോൾ വന്ന കഥ ഞാൻ പറഞ്ഞു. ആ കഥയിൽ നിന്ന് നമ്മൾ ആരംഭിച്ച സംസാരം എത്തിയത് ഒരുപാട് വലിയ വീക്ഷണങ്ങളിലേക്കാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് പാമ്പിനെ പൊതിഞ്ഞ് സമ്മാനം കൊടുത്ത ആൾ ഇന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്താണ്, അയാൾ സുഖമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിനിടയിൽ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, എന്നെ വിളിക്കുന്ന എല്ലാ പരിപാടികൾക്കും ഞാൻ പോകും. കലാകാരൻ എന്ന നിലയിൽ അത് നല്ല സ്വഭാവമാണോ ചീത്ത സ്വഭാവമാണോ എന്നൊന്നും നമുക്കിപ്പം ചിന്തിക്കാനോ ഉത്തരം പറയാനോ പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറയാൻ പറ്റും, അതൊരു നല്ല വ്യക്തിയുടെ ലക്ഷണമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പൊതുവെ ശത്രുക്കളില്ലാത്ത, വിളിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൃത്യമായി എത്തുന്ന, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള മികച്ച ഒരു അഭിനേതാവ് ശ്രീ മനുരാജേട്ടൻ. അദ്ദേഹം നമ്മളുടെ ഈ ചെറിയ പരിപാടിയിൽ എത്തുകയും നമ്മളുടെ ഈ ചെറിയ ആദരവ് ഏറ്റുവാങ്ങുകയും ചെയ്യുന്നതിന് അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡിലെ ദി ബെസ്റ്റ് പെർഫോമറെ കണ്ടെത്താം. നാഫി വടകര, അനീഷ് കാട്ടുകട, ഇവർ രണ്ടുപേരുമാണ് പെർഫോം ചെയ്തത്. ഇരുവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ്. ഗംഭീര പ്രകടനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത്. നമുക്ക് ഒരാളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ജോലിയാണ്. അത്രയും ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് രണ്ടുപേരും ചിരിയുടെ വാളുകൾ കൊണ്ട് പരസ്പരം പയറ്റിയത്. എങ്കിലും പല മാനദണ്ഡങ്ങൾ വെച്ച് പരിഗണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ആകുന്നത് നാഫീൻ വടകര. അങ്ങനെ ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0യുടെ ഒരു രസകരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. Until then, bye bye.